എല്ലാവർക്കും നമസ്കാരം. ഇപ്പം പ്രധാനമായിട്ട് ഇന്ന് ഒരു വീഡിയോയിലേക്ക് വന്നേക്കുന്നത് കമ്പോസ്റ്റ് മെത്തേഡിൽ ആരൊക്കെ നിങ്ങൾ ഈ കോഴിക്കൂടുകൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആരൊക്കെയുണ്ട്, അവർ ദയവായിട്ട് നമ്മളായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്നുണ്ട്, അവർ പല പല ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്, ഭയങ്കര പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. നമുക്കവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരാം. അതിൽ സിസ്റ്റം ചെയ്തിട്ട് ഫെയിലായി ഒത്തിരി ആൾക്കാർ ഫെയിലായി, പലരും ഇത് കുഴികൾ മൂടുന്ന വലിയ നഷ്ടങ്ങളിലേക്കൊക്കെ പോകുന്നതായിട്ട് അറിയാൻ സാധിച്ച്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് ആർക്കൊക്കെ ബുദ്ധിമുട്ടുകൾ വന്ന്, ഇപ്പം ഇത് കാരണം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഈ കമ്പോസ്റ്റ് മെത്തേഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ തമ്മിലൊരു കോണ്ടാക്റ്റ് ഇല്ല. അപ്പോൾ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് വേണം. കർഷകരെ തമ്മിൽ കോണ്ടാക്റ്റ് ആക്കുവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. നിങ്ങൾക്ക് ഞാനായിട്ട് കമൻറ്റ് ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടണ്ട. നിങ്ങൾ എൻ്റെ നമ്പർ ഞാനിത് മെൻഷൻ ചെയ്തേക്കാം. നിങ്ങൾ എൻ്റെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റ് കർഷകരുടെ നമ്പർ ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തി, ഇവിടെയൊക്കെ പ്രശ്നം അതുപോലെ ഇല്ലാത്ത ഫാമുകൾ ആരൊക്കെ തുടങ്ങി പ്രശ്നങ്ങളില്ലാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരും ദയവ് ചെയ്തിട്ട് ഈ പ്രശ്നമുള്ളവരെ സഹായിക്കാൻ ഉള്ള സന്മനസ് കാണിക്കുക. ഇതിനകത്തിൽ ഭയങ്കര പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനകത്തുള്ള തട്ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫാം ഇത് ഉണ്ടാക്കി കൊടുത്ത ആൾക്കാർ മറ്റ് കർഷകരായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അവർ പറയുന്നത്, അവർ ഫാം ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ ഫാമിൽ നിങ്ങൾ ആരെയും വിസിറ്റ് ചെയ്യാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞ് കർഷകരെ അത് പറഞ്ഞ് മനസ്സിലാക്കി പോയേക്കുവാണ്. അതിനകത്തുള്ള മെയിൻ കാരണം അവരുടെ മാർക്കറ്റിംഗ് ആണ്. നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ തന്ന ഹൈടെക് കൂടിൻ്റെ വിലയും നിങ്ങളുടെ വീട്ടിൽ തന്ന കോഴിയുടെ വിലയും മറ്റ് കർഷകരറിയും. നിങ്ങൾക്ക് ചിലപ്പോൾ കൂടുതലായിരിക്കും നിങ്ങളിത് വാങ്ങിക്കുന്നത്, മറ്റുള്ളവരിൽ നിന്ന് കുറവായിരിക്കും വാങ്ങിയിരുന്നത്. പരസ്പരം അറിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ് ട്രിക്കാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ കോഴി ഒന്നും മുട്ടയൊന്നും കുറയുമോ, കോഴിക്ക് യാതൊരു വിധമായ അസുഖങ്ങൾ വരുമോ ഒന്നും ചെയ്യുകയില്ല. നിങ്ങളുടെ ഫാമിൽ നിങ്ങൾ ആൾക്കാരെ കയറ്റണ്ട. പക്ഷേ നിങ്ങൾ തമ്മിൽ കോൺടാക്റ്റ് വേണം. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യണം. നിങ്ങൾ തമ്മിൽ എവിടെ സാധനം വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ മുട്ടകൾ നിങ്ങൾ എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത്, എങ്ങനെ വിറ്റാൽ നിങ്ങൾക്ക് ലാഭം കിട്ടും, എന്ത് ചെയ്താൽ നിങ്ങൾക്ക് നഷ്ടമാകും, ഇത് നിങ്ങൾ തമ്മിലൊരു കോണ്ടാക്റ്റ് വേണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അതുപോലെ ഇപ്പം പ്രശ്നമായിട്ട് പല ഫാമുകാരും എന്നെ കോണ്ടാക്റ്റ് ചെയ്ത്, പലരും പുതിയതായിട്ട് തുടങ്ങി 6 മാസത്തിനകത്ത് അല്ലെ 1 വർഷത്തിനകത്ത് 3 മാസമായവർ എല്ലാം വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ആരെയും ബിസിനസ് തകർക്കാനോ മറ്റു കാര്യങ്ങളോ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതല്ല. ദയവായി നിങ്ങൾ മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഈ ചെയ്തു പോയിട്ടുള്ള ആൾക്കാർ ഇത് ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങൾക്ക് പ്രശ്നം വന്നിട്ടുള്ള ഫാമുകൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുക. നിങ്ങൾ അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് ചെയ്തു പോയി, ഇങ്ങനെ ചെയ്താൽ സ്മെല്ല് വരില്ല, ഈച്ച വരില്ല, മറ്റേത് വരില്ല, മറിച്ചത് വരില്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് ജനങ്ങൾ ഇതിലേക്ക് എടുത്ത് ചാടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് തീർച്ചയായും നിങ്ങൾക്കതിന് ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിലിറ്റി ഉണ്ട്. കൈ മലത്തി കാണിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ദയവ് ചെയ്ത് ഇതുപോലെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാനുള്ള സന്മനസ് കാണിക്കുക. ഓക്കെ. അതിനകത്തിൽ വരുന്ന മറ്റ് പ്രശ്നങ്ങളും കാര്യങ്ങളും, ചില ആൾക്കാർക്കൊക്കെ വലിയ വലിയ പ്രശ്നങ്ങളായിട്ട് മാനസികമായിട്ടാകെ പ്രശ്നമായിട്ടിരിക്കുന്ന ആൾക്കാർ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ട് ഇത് പ്രശ്നമില്ലാത്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പ്രശ്നമുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. കോൺടാക്റ്റ് ചെയ്ത് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് കർഷകരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. യാതൊരു വിധമായ ലാഭേച്ഛയോടുകൂടിയും ചെയ്യുന്ന വീഡിയോ അല്ല. ഒരാളെയും ബിസിനസ് തകർക്കാനോ, ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾ ലാഭം ഉണ്ടാക്കിക്കും, കുടലാഭം ഉണ്ടാക്കരുത്, കർഷകരെ ചീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞു, ഹൈടെക് കൂടുകൾ ഇന്ന് കേരളത്തിൽ ഏറ്റവും വില കുറച്ച് കൊടുക്കുന്ന ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. എൻ്റെ വീഡിയോ അത്ര കണ്ട് വൈറലൊന്നും അല്ലെങ്കിൽ തന്നെയും എന്നെ ഇപ്പം ഏകദേശം ഇന്നും മെനിയാന്നുമായിട്ട് ഏകദേശം ഒരു 10,000 കോഴിയുടെ കൂടിന് മേളിൽ ഞാൻ ഓർഡർ ആക്കിയിട്ടുണ്ട്. അതും ഏറ്റവും കുറഞ്ഞ റേറ്റിൽ. എന്നെ കോൺടാക്ട് ചെയ്യുന്ന കർഷകരോട് നിങ്ങളുടെ സംശയം ആയിട്ട് നിങ്ങൾ മറ്റ് ഫാമുകളിൽ നിങ്ങളെല്ലാം മറ്റ് ഇത് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞ റേറ്റ് എത്രയാണ്? ഞാൻ പറഞ്ഞ റേറ്റിൽ നിന്നും 100 കോഴിയുടെ കൂടിന് 10,000 രൂപ 12,000 രൂപ ഡിഫറൻസാണ്. സെയിം കൂട്, അതേ ക്വാളിറ്റി, അതേ നമ്മൾ കൊണ്ട് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുന്നു. 12,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 കോഴിയുടെ കൂടിന് 12,000 രൂപ വെച്ച് നിങ്ങൾ 1000 കോഴിയുടെ കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ 1,20,000 രൂപ നിങ്ങളുടെ വെള്ളത്തിൽ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക.
അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ കുറഞ്ഞ റേറ്റിൽ കൂടുകൾ അതേ കൂടുകൾ ചെയ്യുന്ന ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുകയും അവരെ കർഷകരെ പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. ഇപ്പോൾ ഞാനും ഇതിനകത്തിലേക്ക് ഇറങ്ങി തിരിച്ചേക്കുവാണ്. കാര്യം ഇതിനകത്തിൽ കർഷകരെ ചൂഷണം ചെയ്യാൻ പാടില്ല. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ തന്നെ കോഴിയെ കൊടുക്കുന്ന കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ വീഡിയോയിൽ കൂടെ പറഞ്ഞു. ഡേറ്റ് കറക്റ്റ്, കൃത്യമായ ഡേറ്റ്, കൃത്യമായ വാക്സിനേഷൻ, ഇതെല്ലാം ചെയ്ത് വേണം കോഴികളെ കൊടുക്കുമായിരുന്നു. അതിങ്ങനെ കൊടുക്കുന്ന ആൾക്കാർ നമ്മളെ കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരെ കോഴിയെ നമ്മൾ സെയിലാക്കി കൊടുക്കുന്നുണ്ട്. കൃത്യമായിരിക്കണം. കോഴിക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കൊടുത്ത കോഴിക്ക് കംപ്ലയിൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ, വാക്സിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മുട്ടയിടാനുള്ള പ്രശ്നങ്ങളോ, നമ്മൾ നോക്കുന്ന പ്രശ്നം കൊണ്ട് ചെറിയ കോഴികൾക്കാകുമ്പോൾ അസുഖങ്ങൾ വരും. അസുഖങ്ങളൊക്കെ നോർമലാണ്. വളർത്തുന്ന ആൾക്കാരെ രീതികൾ കൊണ്ടാണ് അസുഖങ്ങൾ കൂടുതൽ വരാൻ സാധ്യതയുള്ളത്. പ്രശ്നങ്ങൾ, വലിയ പ്രശ്നങ്ങൾ വരുന്നത് വാക്സിനും മറ്റു കാര്യങ്ങളും എടുക്കാത്തത് കൊണ്ട് വരുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾക്ക് ഉത്തരവാദിത്തം എടുക്കാവുന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്യുക, നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കോഴിയെ മാന്യമായ റേറ്റ് കോഴിയെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരും കോൺടാക്റ്റ് ചെയ്യുക. അതുപോലെ പ്രശ്നം ഫാമിൽ മെയിനായിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം, ഇതിനകത്തിൽ കമ്പോസ്റ്റ് മെത്തേഡിൽ ഈ പുതിയതായി ആരും കൂടി ചെയ്യരുതേ. നിങ്ങളല്ലാതെ നിങ്ങൾക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനുള്ളത് പറഞ്ഞു തരാം. നിങ്ങൾ കൈ നനയാതെ മീൻ പിടിക്കാനൊന്നും എടുത്ത് ചാടുന്നേ. ജോലി ഭാരമില്ല എന്ന് കേൾക്കുമ്പോൾ ജോലി ചെയ്യാതെ എങ്ങനെ പൈസ ഉണ്ടാക്കാം? മലയാളിയുടെ മെയിൻ പരിപാടിയാണ്. കഷ്ടപ്പെടാൻ വയ്യ, പൈസ ഉണ്ടാക്കണം. ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. ജോലി ചെയ്തേ പൈസ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. ജോലി ചെയ്തവനെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. കഷ്ടപ്പെടാതെ, വലിയ ജോലിയൊന്നുമില്ല, ചെറിയ ജോലിയാണ്. ജോലി ചെയ്ത് ജീവിക്കുക, പറ്റിച്ച് ജീവിക്കാൻ ഇരിക്കുക. കഷ്ടപ്പെട്ടാലേ എല്ലാ മനുഷ്യർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കണം, ജോലി ചെയ്യാതാണോ ഈ കൂട് കൊണ്ട് കൊടുക്കുന്ന ആൾക്കാർ ജീവിക്കുന്നത്? അവൻ ജോലി ചെയ്തിട്ട് അവൻ പൈസ മേടിച്ചുകൊണ്ട് പോകുന്നത്. അവൻ സ്മാർട്ടാണ്. ആരായാലും, ഞാനായാലും വേറൊരാളായാലും നമ്മൾ കേരളത്തിൽ കൂട് കൊടുക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. എല്ലാവരും കൂട് കൊണ്ട് കൊടുത്തിട്ട് പോകല്ല. അവർ ആ ജോലി ചെയ്ത് കൂട് ഉണ്ടാക്കി കൊടുത്ത്, കൂട് ഇൻസ്റ്റാൾ ചെയ്ത്, കൂടിൻ്റെ പൈപ്പ് ലൈൻ ഫിറ്റ് ചെയ്ത്, ട്രേ ഫിറ്റ് ചെയ്തതിന് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന അവർ ജോലിയാണ്. നിങ്ങളുടെ ജോലി, നിങ്ങൾ കോഴിയെ ഇടുക, കോഴിക്ക് തീറ്റി കൊടുക്കുക, കോഴിയുടെ കാഷ്ട സമയങ്ങൾ റിമൂവ് ചെയ്യുക, കോഴിയുടെ മുട്ട സെയിലാക്കുക നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് കോഴിക്ക് തീറ്റി ഇട്ട് കൊടുത്ത് മുട്ട വയ്ക്കുക മാത്രമല്ല, ബാക്കി കാഷ്ടം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ സംഭവമാണ്. അത് സെയിൽ ചെയ്യുക, അത് റിമൂവ് ചെയ്യുക, അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ക്ലിയറായിട്ട് കൊണ്ടുപോവുക. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ജോലി ചെയ്യാതെ പൈസ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. എല്ലാവരും അത് ദയവ് ചെയ്ത് ആരെയും ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി പറയുന്നതല്ല, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. മനസ്സിലാക്കി നിങ്ങൾ ചെയ്യുക. ഇതുപോലെ ബുദ്ധിമുട്ടുള്ളവർ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക. ബുദ്ധിമുട്ടില്ലാതെ നല്ല രീതിയിൽ പോകുന്ന ഫാം ഉണ്ടെങ്കിൽ നിങ്ങളും കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്യുന്ന രീതികൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കുക. ബുദ്ധിമുട്ടുള്ളവരെ സഹായിക്കാൻ സന്മനസ്സ് കാണിക്കുക. സാമ്പത്തികമായിട്ടൊന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കേണ്ട. നിങ്ങളുടെ അറിവുകൾ പകർന്നു കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നല്ലത് പറയും.